ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. PSC നടത്തിയിട്ടുള്ള LGS നിലവാരത്തിലുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 12ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 60/2022. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. മലയാളം ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് S. ഹരീഷ് ആണ്. മീശ എന്ന നോവൽ രചിച്ചത് S. ഹരീഷ്. K-ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന: എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ് K-ഫോൺ പദ്ധതി വഴി നൽകുന്നത്. എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനമാണ് K-ഫോൺ പദ്ധതിയുടെ ഉദ്ദേശം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം 1951. 1951 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. COVID-19 ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനായിരുന്നു ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ് ആണ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമാർജനവും വനിതാ ശാക്തീകരണവുമാണ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമാർജനവും വനിതാ ശാക്തീകരണവുമാണ്. ഓപ്ഷൻ ഡി 1, 3 എന്നതാണ് ശരിയായ ഉത്തരം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ദാരിദ്ര്യ നിർമാർജനവും വനിതാ ശാക്തീകരണവുമാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ S. സോമനാഥ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ S. സോമനാഥ് ആണ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജം ഒരു പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. ജൈവവാതകവും സൗരോർജവും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. കാറ്റിൽ നിന്നുള്ള ഊർജവും പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. തന്നിരിക്കുന്നവയെല്ലാം തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നതാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, ജൈവവാതകം, കാറ്റിൽ നിന്നുള്ള ഊർജം എന്നിവയെല്ലാം. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഇവയെല്ലാം തന്നെ ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3, 4 എന്നതാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവയൊക്കെ. ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങളാണുള്ളത്. അതിൽ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തിയും 2 രാജ്യങ്ങൾ ഇന്ത്യയുമായി സമുദ്ര അതിർത്തിയുമാണ് പങ്കുവെക്കുന്നത്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യങ്ങളാണ്
പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന 2 രാജ്യങ്ങളാണുള്ളത്, ശ്രീലങ്കയും മാലിദ്വീപും. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. മണികരൺ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലുപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ പാതയാണ് NH-44. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH-44 ആണ്. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ആണ്. അയിത്ത നിരോധന നിയമം നിലവിൽ വന്നത് 1955 പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? 6 തരം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ എന്ന ആശയം അല്ലെങ്കിൽ മൗലിക ചുമതലകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം, രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം 52 സെക്കൻഡാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്ന വ്യക്തി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആയിരുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. 1990
വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്ര സെൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 4 2 1 3 2 4 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൾ കലാപം നടന്ന വർഷം 1855 1856 ആണ്. സന്താൾ കലാപം നടന്നത് 1855 to 1856 ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയായിരുന്നു സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 മെയ് 10 ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 1942 ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായിരുന്നത് ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനായിരുന്നത് ഫസൽ അലിയാണ്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അടുത്ത ക്വസ്റ്റ്യന് ചെറിയൊരു തെറ്റുണ്ട്. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒന്നിൽ കൂടുതൽ ശുദ്ധജല തടാകങ്ങളുണ്ട്. ഒന്നുകിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്നോ തന്നിരിക്കുന്നവയിലെ ഏക ശുദ്ധജല തടാകമെന്നോ ചോദിച്ചാൽ ഉത്തരം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷനാണ് മറയൂർ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ലയാണ് എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ
പദ്ധതിയാണ് സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് വേലുത്തമ്പി കലാപമാണ്. കയ്യൂർ ലഹള, മലബാർ കലാപം, ഉപ്പു സത്യാഗ്രഹം ഇവയെല്ലാം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട സംഭവമാണ് പൂക്കോട്ടൂർ സംഭവം. പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? നിജാനന്ദ വിലാസമാണ് തന്നിരിക്കുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത്. നിജാനന്ദ വിലാസം രചിച്ചിരിക്കുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ബാക്കി 3 രചിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവുമാണ്. ദൈവദശകം, ദർശനമാല, ശിവശതകം ഇവ 3 രചിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ്. നിജാനന്ദ വിലാസം ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നത് പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നത് പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? 1936 തൃശൂരാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്. കേരളത്തിൽ ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് തൃശൂരാണ്. വർഷം 1936 ആണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം? വൃക്കകളാണ് മനുഷ്യരിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം. മനുഷ്യരിലെ പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കകളാണ്. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറംതള്ളപ്പെടുന്നു എന്നത് നിശ്വാസ സമയത്ത് നടക്കുന്നതാണ്. ഒന്നാമത്തേത് ശരിയാണ്. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നത് തെറ്റാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു എന്നത് ശരിയാണ്. ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുന്നു എന്നത് തെറ്റാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം എന്നതാണ്. ശ്വസന പ്രവർത്തന സമയത്ത്, നിശ്വാസ സമയത്ത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറംതള്ളപ്പെടുന്നു. ആ സമയത്ത് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗം ഉണ്ടാകുന്നത്. ജീവകം ഡിയുടെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? തന്നിരിക്കുന്നവയിൽ നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ ജോഡി. തന്നിരിക്കുന്നവയിൽ നിപ്പയും എയ്ഡ്സുമാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ ജോഡി എന്ന് പറയുന്നത്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ നൈട്രജൻ ആണ് ഹരിതഗൃഹ വാതകം അല്ലാത്തത്. കാർബൺ ഡയോക്സൈഡ്,
ക്ലോറോഫ്ലൂറോ കാർബൺ, മീഥേൻ ഇവയെല്ലാം ഹരിതഗൃഹവാതകങ്ങളാണ്. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ എന്നിവ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? തന്നിരിക്കുന്നവയിൽ വനനശീകരണത്തിന് കാരണമാകുന്നവയാണ് റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത എന്നിവയൊക്കെ. ബാധകമാകാത്തത് സസ്യപരിപാലനമാണ്. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? തന്നിരിക്കുന്നവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്തത് പെട്രോൾ ആണ്. പശ, പ്ലൈവുഡ്, മെഴുക് എന്നിവയെല്ലാം തന്നെ വനത്തിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. പ്രിയങ്ക എന്നത് ഒരു പാവലിന്റെ ഇനമാണ്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ എന്നത് ശരിയാണ്. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്നതും ശരിയാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ് എന്നതും ശരിയാണ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്നതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റായ ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രം എന്നതാണ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ, ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ആകെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങൾ ഐസോബാറുകളല്ല, ഐസോടോപ്പുകളാണ്. അടുത്ത ചോദ്യം, സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം പ്ലവന പ്രക്രിയയാണ്. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? 4 ആണ്. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ 4 ആണ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1 ആണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുക? ഗതികോർജം 4 ഇരട്ടിയാകും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജം 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിന്റെ ഭാരം. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തതാണ്. 79ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തന്നിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടുതലുള്ളത് ഓറഞ്ചിനാണ്. തന്നിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം ഓറഞ്ച് ആണ്. ഏറ്റവും കുറവുള്ള നിറം വയലറ്റുമാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറമാണ് ഓറഞ്ച്. അല്ലാതെ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണ്? ചുവപ്പാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം വയലറ്റുമാണ്. ഊഷ്മാവളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ. ഊഷ്മാവളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ. കുറച്ച് പേര് മാത്സ് കൂടി ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്സ് ചെയ്ത് കാണിക്കാനുള്ള സാങ്കേതിക സൗകര്യം തൽക്കാലം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്ത് കാണിക്കാത്തത്. എന്നിരുന്നാലും ഉടനെ തന്നെ മാത്സ് കൂടി ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.